ഹായ് മക്കൾസ്, അറക്കലാണ് പുതിയ പുസ്തകത്തിൽ എന്ത് പുതിയ പുസ്തകത്തിൽ എന്ത് എടാ നമ്മളെ സെക്കൻഡ് പാർട്ട് ടെക്സ്റ്റ് ബുക്ക് വന്നു. നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, നിങ്ങളെ സ്കൂളിലൊക്കെ അത് എത്തിയിട്ടുണ്ടാവും. അത് ജസ്റ്റ് ഒന്ന് വെറുതെ തുറന്ന് നോക്കിക്കോളൂ, വെറുതെ ഒരു എന്റർടൈൻമെന്റിന്. അതിൽ ബയോളജിയുടെ കേസിൽ, ബയോളജിയുടെ മാത്രം കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത്, ബയോളജിയുടെ കേസിൽ നമ്മളെ സെക്കൻഡ് പാർട്ടിന്റെ പുസ്തകത്തിൽ 3 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ടോട്ടൽ 3 ചാപ്റ്റേഴ്സ്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ എത്ര ചാപ്റ്റർ ഉണ്ടായിരുന്നു? 3 ചാപ്റ്റർ ഉണ്ടായിരുന്നു. സെക്കൻഡ് പാർട്ടിൽ 3 ചാപ്റ്റർ, ടോട്ടൽ 6 ചാപ്റ്റർ, 6 ചാപ്റ്റർ നമുക്ക് ഇനി മൊത്തത്തിൽ SSLCക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ആ 6 ചാപ്റ്റർ, ആ സെക്കൻഡ് പാർട്ടിലുള്ള 3 ചാപ്റ്റർ എന്തൊക്കെയാന്നുള്ളത് ജസ്റ്റ് എന്ത് ചെയ്യാണ്, ഒന്നൊരു സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. കൂടുതലൊന്നും ഭയങ്കര വിപുലീകരിച്ചൊന്നും പറയില്ല. 10 മാർക്കിന്റെ എസ്സേ ക്വസ്റ്റ്യൻ ഒന്നല്ല, 1 മാർക്കിന്റെ 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. 4ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ജീവികളുടെ രാസസംവേദനം, കെമിക്കൽ മെസ്സേജസ് ഇൻ ഓർഗാനിസംസ്. അതായത് ലൈക്ക് നിങ്ങൾ ഹോർമോൺ എന്ന് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഇനി കേട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ഇനി ഫുൾ ഹോർമോണിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് 4ാമത്തെ ചാപ്റ്ററിൽ. അപ്പോൾ ഹോർമോണുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളാണ് 4ാമത്തെ ചാപ്റ്ററിൽ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആരാണ് ഹോർമോൺ, എന്താണ് ഹോർമോൺ, എന്തിനാണ് ഹോർമോൺ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. പിന്നെ 5ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് പ്രതിരോധവും ആരോഗ്യ സംരക്ഷണവുമാണ്. അതായത് നമ്മളെ ബോഡിക്ക് എന്തുണ്ട്, ഒരു ഇമ്മ്യൂണിറ്റി പവർ ഉണ്ട്. അതുപോലെ തന്നെ ബോഡിയിൽ ഇമ്മ്യൂണിറ്റി തരാൻ വേണ്ടിയിട്ട് കുറേ ആളുകളുണ്ട്. ബോഡിക്ക് ഒരു ഡിഫൻസ് മെക്കാനിസം ഉണ്ട്. കുറേ രക്തകോശങ്ങൾ, അരുണ രക്താണു, ശ്വേതരക്താണ്, RBC, WBC, അങ്ങനെ കുറേ സാധനങ്ങൾ, ന്യൂട്രോഫില്ല്, ഈസിനോഫില്ല്, മോണോസൈറ്റ്, ഇതൊക്കെ ആരാ സാർ? ഇതൊക്കെ കുറേ ആൾക്കാരാണ്. അങ്ങനെയുള്ള കുറേ ആളുകളെ കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അതാണ് 5th ചാപ്റ്ററിലുള്ളത്. അതായത് ബോഡിയിൽ നമ്മളിപ്പോൾ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ആ രോഗത്തിന് എങ്ങനെ ഡിഫെൻഡ് ചെയ്യും, എങ്ങനെ പ്രതിരോധിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. നല്ല രസകരമായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്, പേടിക്കൊന്നും വേണ്ട. ഈ ലാസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ജീവശാസ്ത്രവും സാങ്കേതിക വിദ്യയും, അതായത് ബയോടെക്നോളജി. നിങ്ങൾ ഫോറൻസിക് സയൻസ് കേട്ടിട്ടുണ്ടോ? ഫിംഗർ പ്രിന്റിംഗ് ടെക്നോളജി കേട്ടിട്ടില്ലേ? നമ്മൾ സിനിമയിലൊക്കെ ആരെങ്കിലുമൊക്കെ വല്ല കൊലപാതകമോ അങ്ങനെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പോലീസ് വരും. എന്നിട്ട് പോലീസ് ഒരു വേലയൊക്കെ കിട്ടും. എന്നിട്ട് അവിടെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്യും. എന്നിട്ട് അത് ഫോറൻസിക് ലാബിലേക്ക് ടെസ്റ്റിന് അയച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ പറയും. ആ പരിപാടിയാണിത് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ അത് മാത്രമാണോ? അതല്ല, വേറെ കുറേ പരിപാടികളെ കുറിച്ച് പഠിക്കാണ്ട് ഈ ഒരു ചാപ്റ്ററിൽ. ഫിംഗർ പ്രിന്റിങ്, ഫോറൻസിക് സയൻസ്, ജീൻ തെറാപ്പി, അങ്ങനെ കുറേ സംഭവ വികാസങ്ങൾ. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അതായത് ടെക്നോളജി പരമായുള്ള എന്തൊക്കെയോ സംഭവങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമുക്ക് സൂപ്പറായിട്ട് പഠിക്കണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ സൈലത്തിൻ്റെ ക്ലാസ്സുകൾ കൃത്യമായിട്ട് വീക്ഷിക്കുക, റെക്കോർഡ് വീഡിയോസുകൾ കാണുക, ലൈവ് ക്ലാസ്സുകൾ കാണുക. പിന്നെ മാക്സിമം നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ സെൽഫായിട്ട് എന്ത് ചെയ്യുക, ഒരു സെൽഫായിട്ടുള്ള എന്താപ്പത്തിന് പറയാം, സെൽഫായിട്ട് നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, ഉഷാറായിട്ട് പ്രിപ്പയർ ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഈ വർഷത്തെ SSLC പരീക്ഷയിൽ full A+ വാങ്ങിക്കണം. ബി കോൺഫിഡൻറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സ്വന്തം മറക്കൽ. ഗുഡ് ബൈ.